ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ ദേവതിന് ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കുടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഭാമയോട് പറയുകയാണ്, നമുക്ക് പെട്ടെന്ന് പോകണം, ആ സ്വാമിയെ കാണണം, സ്വാമിയെ കണ്ട് ഏലസ് കെട്ടി ജപിച്ചേ പറ്റൂ, കാരണം അവരെ പിരിച്ചേ പറ്റൂ, ഇനി അവർ ഒരുമിച്ച് ജീവിക്കണ്ട എന്നുള്ളത് പറയുകയാണെങ്കിൽ അങ്ങനെ നീ ചന്ദ്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പോകാനോ, നീ വന്ന് നിന്നെ കൊണ്ട് പോകത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ വരുന്നില്ല, ശരിയാകത്തില്ല, അതെന്ന് പറയാം, മര്യാദയ്ക്ക് വന്നോണം, നീ വന്നാൽ എൻ്റെ കുഴപ്പം അതായത് എന്നൊക്കെ പറഞ്ഞ് ഭാമയെ വിളിക്കണം. ഭാമയ്ക്കാണ് ടെൻഷൻ, കാരണം അകത്ത് നമ്മൾ ശ്രുതി ഇരിക്കുകയാണല്ലോ, ശ്രുതി എങ്ങനെ പൂട്ടിയിട്ട് എങ്ങനെ പോകുന്നത്, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയെങ്കിൽ പോലും ചന്ദ്രമതി ലാസ്റ്റും പരമാവധി ബലം പിടിച്ച് ഭാമേനെ കൊണ്ടുപോയി ഇതിപ്പോൾ എന്നാ ചെയ്യും പറഞ്ഞത്, താക്കോലൊക്കെ എടുക്കണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പൂട്ടണോ, പിന്നെ പൂട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞ് താക്കോലൊക്കെ എടുത്ത് പൂട്ടുക. അതായത് ചന്ദ്രമതി തന്നെ നിർബന്ധിച്ച് താക്കോലെടുത്ത് പൂട്ടുന്നുണ്ട്. എന്നിട്ട് പൂട്ടി അങ്ങോട്ട് പോവുകയാണ്. ഒരു ഓട്ടം വിളിച്ചവർ പോവുകയാണ്. ആ സമയത്ത് അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രതയാണ് നമ്മുടെ രവീന്ദ്രൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ വർഷയും വരുന്നുണ്ട്. വർഷയും വന്നപ്പോഴത്തേക്ക് വർഷമാണ് വൊമിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് വൊമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവർക്കും ടെൻഷൻ, ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്. ചന്ദ്രമതി രേവതി ചോദിക്കുന്നത് എന്നാ വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫുഡ് പോയ്സൻ്റെ ആയിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡ് പോയ്സൻ്റെയോ, അത് ഭയങ്കര ടെൻഷനോടെ നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ രവീന്ദ്രൻ ചോദിക്കും ഫുഡ് പോയ്സൺ എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി ഇവിടുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിച്ചല്ലേ ആ ഫുഡ്, അപ്പം അങ്ങനെയാണ് എല്ലാവരും അത് അഫക്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല ഞാൻ കുറച്ച് ഫുഡ് പുറത്തുനിന്ന് കഴിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഉടനെ ഇതേ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനാണ് ഭയങ്കര ടെൻഷൻ. ഇതെന്നെ അതായത് അവൾക്ക് കാണാൻ പ്രസവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതിപ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട്, അതായത് അവൾ പറഞ്ഞില്ല മറ്റേ പ്രസവ വേദന ഒരു സീനായതുകൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ടുള്ള സീനാണ് അവൾ അത് ഡബ് ചെയ്തുകൊണ്ടുള്ള വിഷമം കൊണ്ടായിരിക്കും ഈ വൊമിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. എന്നിട്ട് വന്ന് ഈ വൊമിറ്റ് ചെയ്യുന്ന വർഷേനെ വന്ന് പ്രവശം കൊണ്ട് തലോടുന്നുണ്ട്. തലോടിക്കൊണ്ട് പറയുന്നുണ്ട് എന്താ വർഷം നിനക്ക് വിഷയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം. അത് കഴിഞ്ഞുകൊണ്ട് ശ്രീകാന്ത് സച്ചിൻ ചോദിക്കും എന്താണ് അത് ഫുഡ് പോയ്സൺ തന്നെയാണ്, അല്ല വേറെ വല്ല വിശേഷം ഉണ്ടോ അതെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇല്ല സച്ചിയേട്ടാ അതൊന്നും ഇല്ല എന്നുള്ള രീതി വർഷം പറയുവാണ്. അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വർഷം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം നേരെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ദേവതയ്ക്കാണെങ്കിൽ ഒരു സന്തോഷമുണ്ട്, അത് ചെയ്ത് ഒരു കൊച്ചുണ്ടാവുകയാണെന്നെങ്കിൽ നല്ലതാണല്ലോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു ടെൻഷൻ എന്താ വന്നത്, എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളൊരു ടെൻഷനുമുണ്ട് നമ്മുടെ രേവതിക്ക്. അപ്പോൾ അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാമയും അപ്പോൾ ഉള്ളിൽ കിടന്ന് ഭയങ്കര വെപ്രാളം കൊള്ളുക, അതായത് പുറവശത്തുകൂടെയും അകത്തൂടെ എല്ലാം പുറത്ത് ചാടാൻ വേണ്ടി നമ്മുടെ ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുറവശത്തും അടച്ചിട്ടേക്കുക, അതും ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാലും ട്രൈ ചെയ്തിട്ട് പുറത്ത് നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ അതേ സമയത്ത് തന്നെ സ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് സ്വാമിയോട് പറയുക, സ്വാമിജി എൻ്റെ മകനും മരുമോളും അവരൊന്ന് പിരിയണം, അവരൊന്നും ശരിയത്തില്ല, അവൾ ചെയ്തതായിട്ടുള്ള കള്ളത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവളിങ്ങനെ എപ്പോഴെപ്പോഴും കള്ളത്തരവും കാര്യങ്ങളും കാണിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എങ്ങനെയല്ല അവളെ പിരിച്ച് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, അവളും ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കണം, എൻ്റെ മോനെ വേറൊരു കല്യാണം ആലോചിക്കണം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് സ്വാമിജി ഞാൻ പറയുന്നത് തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തെറ്റൊന്നുമല്ല, ഇതുപോലുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ വരാറുണ്ട്, അതിനിപ്പം നമ്മളത് ചെയ്തു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് പിന്നെ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ശരി സ്വാമിജി ചെയ്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഏലസ് കെട്ടി ജപിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാമിജി എന്നിട്ട് പറയുന്നുണ്ട് ഈ കൈമുട്ടിൻ്റെ മേലെ, അതായത് ഷർട്ട് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതായിട്ടുള്ളൊരു ഏലസാണ്, അപ്പോൾ അങ്ങനെ അവിടെ കെട്ടാവുള്ളൂ, അവിടെ കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇതാരും കാണരുത്, കാണാൻ നിന്നാൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. ശരി അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ളത്. ശരി വളരെ ഉപകാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഉപകാരം മാത്രം പോരാന്ന് പറഞ്ഞാൽ ശരി കാര്യം മനസ്സിലായെന്ന് പറഞ്ഞ് ഒരു 500 രൂപ എടുത്ത് കൊടുക്കുകയാണ്. ഉടനെ ഈ ചന്ദ്രമതി ഈ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ഭാമ അധികമായി ചിന്തിക്കുന്നുണ്ട്, അയ്യോ ശ്രുതി അകത്ത് കിടന്ന് എന്ത് കാണിക്കും, ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അതായത് ആത്മഹത്യ വല്ലതും ചെയ്യുമോ, അവളിപ്പോൾ പറഞ്ഞിട്ടും പോയി, ഞാൻ പറഞ്ഞതും ചന്ദ്രമതി പറഞ്ഞെല്ലാം കേട്ടോണ്ടിരിക്കുമായിരുന്നു, ഇതെല്ലാം കേട്ടിട്ട് ഇപ്പോൾ അവൾ വല്ല കടുങ്കൈ ചെയ്യുമോ എന്നുള്ളൊരു രീതിയാണ്. നമുക്ക് പെട്ടെന്ന് പോകാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് സീൻ പറയുന്നുണ്ട്, കാരണം എനിക്ക് പറ്റുന്നില്ല, ഞാൻ വീട്ടിൽ എനിക്ക് 2 ഗസ്റ്റ് വരാനുണ്ടെന്നൊക്കെ പറയണ്ട, അതൊക്കെ
വേണ്ടാന്ന് വെച്ചിട്ടാണ് അതൊക്കെ നമുക്ക് കുഴപ്പമില്ല വന്നിട്ട് നോക്കാം എന്നുള്ള രീതി പറഞ്ഞിട്ടാണ് ചന്ദ്രമതി ഭാമേനെ കൊണ്ടുവരുന്നത്. അപ്പം അല്ല ലാസ്റ്റ് ഏലസെല്ലാം കെട്ടി ഒരു 500 രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട് അവിടെ സ്വാമിജിക്ക്. അത് കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വരാൻ ഒരുവാണ് അവർ ഓട്ടോ വിളിച്ച്. അപ്പം ഇതേ സമയത്ത് നമ്മുടെ ശ്രീകാന്തും വർഷയൊക്കെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ പറയണേ അത് ഫുഡ് പോയ്സൺ തന്നെ ആയിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ ഫുഡ് പോയ്സൺ തന്നെ, വേറെ ഒന്നും കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഡോക്ടർ ഇതന്നെ ഇവിടെ ഭയങ്കര വെയിറ്റിംഗ് ആണല്ലോ എന്നുള്ള ഇത് പറഞ്ഞു. അത് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഇരിക്കുക. അപ്പം ഇതന്നെ വെയിറ്റിംഗ് ആണല്ലോ, ഡോക്ടറെ കാണാൻ പറ്റുന്നില്ലോ എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇവർ കാശിന് വേണ്ടി ഇരിക്കുന്നുണ്ട്. കാശിന് വേണ്ടി എന്താണ് ഇല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, അവർക്ക് വേറെ കസ്റ്റമറെ മീറ്റ് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ശ്രീകാന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ശ്രീകാന്ത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, നീ വരണ്ട, ഞാൻ ഇവിടെ തന്നെ പൊക്കോളാം, അത് ഇവിടെ ഇരിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് ഞാൻ ഡോക്ടറെ കയറി കണ്ടോളാം, ഡോക്ടറിനെ അടുത്ത് ഞാൻ സംസാരിച്ചോളാം എന്നുള്ള രീതിയിൽ പറയുവാണ്. അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, ഡോക്ടറെ കയറി കാണുമ്പോഴത്തേക്ക് വർഷ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഡോക്ടറെ ചോദിക്കുമ്പോഴത്തേക്ക് താനൊരു അമ്മയാകാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അതായത് വർഷ പ്രഗ്നൻ്റ് ആണ്. അപ്പം പറയാം, അയ്യോ പ്രഗ്നൻ്റ് ആണോ? അതേന്ന് പറയാം, സന്തോഷിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന്. അപ്പം ഞാൻ ഹസ്ബൻഡോട് സംസാരിക്കാൻ പറഞ്ഞു. വേണ്ട, ഹസ്ബൻഡോട് ഞാൻ സംസാരിച്ചോളാം, ഞാൻ സംസാരിക്കാൻ പറയുമ്പോഴത്തേക്ക് വേണ്ട, ഹസ്ബൻഡോട് ഞാൻ പറയാം, കാരണം ഞാൻ എൻ്റെ വായിൽ നിന്ന് ഹസ്ബൻഡ് കേൾക്കുന്നില്ല, അതിൻ്റെ ഒരു സുഖം കിട്ടുന്നേ എന്നുള്ള ഇത് പറയുമ്പോഴത്തേക്ക് ആണോ ശരി എന്ന് പറയുമ്പോഴത്തേക്ക് ശരി. അത് ഞാൻ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് ശ്രീകാന്തിനെ കാണുന്നുണ്ട്. ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, അപ്പം പോകാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല അപ്പം ഡോക്ടർ എന്നെ പറഞ്ഞ് ഫുഡ് പോയ്സൺ തന്നെയാണ്. അതായത് വർഷയ്ക്ക് പ്രസവിക്കുന്ന ഇഷ്ടമല്ല, എങ്ങനെയും അത് കളയണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ്. അപ്പം ടെൻഷനുണ്ട്, എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. അപ്പം ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അപ്പം നമുക്ക് തന്നെ മരുന്ന് മേടിക്കണ്ടേ ചോദിക്കും. മരുന്നില്ല, വേറെ 2 ഗുളിക തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മരുന്നൊന്നും മേടിക്കണ്ടേ? അല്ല, ഗുളിക ഡോക്ടർ അല്ല 2 തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുവാണ്. അതുകൊണ്ട് ഈ ചന്ദ്രോദയത്തെ കാണിക്കുമ്പോൾ ചന്ദ്രോദയത്ത് നമ്മുടെ രേവതി ഇരിക്കുമ്പോഴത്തേക്ക് ബാക്കി കൂടെ ഒന്ന് കെട്ടിപ്പിടിക്കുവാണ് നമ്മുടെ ആര് സച്ചിയേട്ടാ, ഇത് തന്നെ പരിപാടി, ഇത് തന്നെ സ്ഥിരം പരിപാടിയാണല്ലോ, കാരണം ഇതൊരു കൂട്ടുകുടുംബമാണ്. സച്ചിയേട്ടൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ശരിയല്ല, ആൾക്കാരെല്ലാം കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, എനിക്കെന്നാ കുഴപ്പം, ഞാൻ എൻ്റെ ഭാര്യനെയല്ലേ കയറി പിടിക്കുന്നത് അതായത് എന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ട് സച്ചിനെ അടിക്കാൻ വേണ്ടി ഓടിക്കണം. സച്ചി അച്ഛ അതാണ്ട് അമ്മ ഏതാണ്ട് ഇവനുള്ള ഞുള്ളുന്ന് മാന്തുന്നു വെച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ രവീന്ദ്രനോട് പരാതിയൊക്കെ പറഞ്ഞ് പോവാണ്. അത് കഴിഞ്ഞ് അടുത്ത് ഓടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി കയറി വരും. ചന്ദ്രമതി കയറിയിട്ട് എന്തിനാ കാണിക്കുന്നതെന്ന് ചോദിക്കുക. അതെ, അതിന് പിന്നെ ഇതിൻ്റെ പാർക്കാണ് ചോദിക്കുക. അത് പിന്നെ പാർക്ക് അത് നിങ്ങളെന്താ ഇവിടെ തന്നെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചോദിക്കുമ്പോഴത്തേ, അതെ ഞാൻ എൻ്റെ ഭാര്യയല്ലേ എന്ന് പറയുന്നത്. ഇവിടെ ആരുമില്ല, സുധി വന്നില്ല, സുധി ഫുഡ് കഴിക്കാൻ വന്നില്ല, ഇല്ല ഫുഡ് കഴിക്കാൻ വന്നില്ല. അപ്പം അച്ഛൻ എന്താണ് അശോകനങ്ങളുടെ വീട്ടിൽ പോയി പറയുമ്പോൾ, അപ്പോൾ നല്ല സമയം 2 പേരും ഭയങ്കര ആഘോഷം അല്ലേ എന്ന് പറയാം. അതെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കും. അപ്പം പിന്നെ ചന്ദ്രമതി അകത്ത് കയറിപ്പോകും. എന്നാൽ പിന്നെ ശ്രുതിയും വർഷയും ശ്രീകാന്തും കയറി വരുന്നു. വർഷയും ശ്രീകാന്ത് എന്താ ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല ഒന്നുമില്ല, ഫുഡ് പോയ്സൺ ആണെന്നാണ് ഡോക്ടർ പറയുന്നത് എന്ന് നമ്മുടെ വർഷ പറയുന്നുണ്ട്. ഉടനെ അപ്പം പറയുമ്പോൾ തന്നെ ഒരു ടെൻഷൻ്റെ ഉള്ളിലുണ്ട്. ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ അതെ ടെൻഷൻ ഉണ്ട്, ഇതാന്ന് പറയുന്നുണ്ട്. അതായത് ഫുഡ് പോയ്സൺ ആണെന്ന് പറയുന്നുണ്ട് ചേച്ചി എന്നാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞെന്ന് അവൾ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്നിട്ട് 2 പേരെല്ലാം അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് രേവതി സ്വയം ചിന്തിക്കും, ഇത് ഫുഡ് പോയ്സൺ തന്നെയാണോ, എനിക്ക് ഡൗട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അത് സന്തോഷത്തിൻ്റെ ആ കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് കാണണമെന്ന് അവളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. വരും ദിവസങ്ങളിലെല്ലാം വിശേഷങ്ങൾ കാത്തിരുന്ന് തന്നെ കാണാമെന്ന് പറഞ്ഞ് ഇന്നത്തെ ഇവിടെ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.